ఎందరో మహానుభావులు മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇന്നീ പരിപാടിയിൽ സംഗീതജ്ഞൻ ടി.ആർ. സുബ്രഹ്മണ്യം, രചന ഡോക്ടർ ഹരിസുന്ദർ ജി. 1990കളുടെ മധ്യത്തിൽ തിരുവനന്തപുരത്ത് തുളസീവന സംഗീതോത്സവത്തിൽ കച്ചേരി നടത്താൻ വന്ന ഒരു സംഗീതജ്ഞനോട് സംഗീതാസ്വാദകനും സംഗീത നിരൂപകനുമായ ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യം: സർ, 72 മേളകർത്താ രാഗങ്ങളിൽ സ്വരം പാടിയാൽ കച്ചേരി ശോഭിക്കുമോ? ഉരുളയ്ക്കുപ്പേരി പോലെ ഗായകന്റെ ഉത്തരം ഉടൻ ഇപ്രകാരം വന്നു: എന്താ സംശയം? 72 മേളകർത്താ രാഗങ്ങളെല്ലാം പാടാനുള്ളവയാണ്. അളവിൽ പാടിയാൽ നന്നാകും. വൈകിട്ടത്തെ കച്ചേരിക്ക് ആ പത്രപ്രവർത്തകൻ ഉണ്ടാകുമെന്ന് ആ ഗായകൻ ഉറപ്പുവരുത്തി. വൈകിട്ട് കച്ചേരി തുടങ്ങി ഒരു കീർത്തനം കഴിഞ്ഞപ്പോൾ ഗായകന്റെ വക ഒരു അറിയിപ്പ് വന്നു. ഇന്ന് തോടി രാഗത്തിൽ രാഗം താനം പല്ലവിയാണ് മുഖ്യമായി പാടുന്നത്. പല്ലവിക്ക് 72 മേളകർത്താ രാഗങ്ങളിലും സ്വരം പാടുന്നതായിരിക്കും. അതാണ് ഇന്നത്തെ പ്രത്യേകത. എല്ലാ മേളകർത്താ രാഗങ്ങളിലും സ്വരപ്രസ്ഥാരം നടത്തിയ ശേഷം അദ്ദേഹം ചോദിച്ചു: എന്താ, മേളകർത്താ രാഗങ്ങൾ പാടിയാൽ കച്ചേരി ശോഭിക്കുകയില്ലേ? ഗായകന്റെ ആ ചോദ്യത്തിന് ആസ്വാദകരുടെ നിറഞ്ഞ കരഘോഷമായിരുന്നു ഉത്തരം. കർണാടക സംഗീതത്തിലെ പാരമ്പര്യം കൈവിടാതെ പുതുമയുള്ള അവതരണ ശൈലി പിന്തുടർന്നിരുന്ന മഹാപ്രതിഭയായ ടി.ആർ. സുബ്രഹ്മണ്യമായിരുന്നു ആ സംഗീതജ്ഞൻ. അമിത പ്രതാപ അക്ഷരസ്വരൂപ അമിത പ്രതാപ അക്ഷരസ്വരൂപ അമിത പ്രതാപ സ്വരൂപ അമിത പ്രതാപ ആരൂഢ വൃഷവായ ജഗമോഹ ആരൂഢ വൃഷവായ ശിക്ഷണ ദക്ഷതര സുര ലക്ഷണ വിധി വിലക്ഷണ ലക്ഷ്യ ലക്ഷണ ബഹുവിചക്ഷണ സുധ ഭക്ഷണ ഗുരു കടാക്ഷ വീക്ഷണ അക്ഷയ സാധാരണയായി നാട്ട, ബേഗഡ, ശങ്കരാഭരണം, കല്യാണി തുടങ്ങി പല രാഗങ്ങളിലും ഗായകർ വർണ്ണങ്ങൾ പാടിയപ്പോൾ സാമ, ബിഹാഗ്, അമൃതവർഷിണി, ദേവഗാന്ധാരി, കാപി തുടങ്ങിയ രാഗങ്ങളിലെ വർണ്ണങ്ങളും ചിത്രാംബരി, രതിപതിപ്രിയ, അമൃതവാഹിനി തുടങ്ങിയ രാഗങ്ങളിൽ ഗണപതി സ്തുതികളുമായിരുന്നു ടി.ആർ.എസ്. എന്ന 3 അക്ഷരങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ടി.ആർ. സുബ്രഹ്മണ്യത്തിന് എന്നും പ്രിയം. മഗ പമദമ മഗ പമദപ സനിരിസ മഗ പരി സോനിരിസ മഗ പമദമ മഗ പമദപ സനിരിസ മഗ പരി സരി സമഗ സരി സമ സരി സ പരി സ മദപ പമ
സമഗരത്തി സമപരത്തി തദപ പത്നി തദവതപ പമമ പമഗ മഗ പമദപ നിദമപം സനിരിസ നിദ നിമ പപസ പമഗ മഗ പമദപ നിദമപം സനിരിസ നിദ നിമ പപസ സാനി സമഗ പമരി പമ പസ നിരിതദ സോനി സമഗ പമ ശുദ്ധിവാൾ മുരുകൈക ദേവ ലനം ബിന സദാ പുതുമയെ സ്നേഹിച്ചിരുന്ന TRS 1929 സെപ്റ്റംബർ 20 തമിഴ്നാട്ടിൽ മായവരത്തെ സംഗീത കുടുംബത്തിലെ 10 മക്കളിൽ ഏഴാമനായി ജനിച്ചു. പിതാവായ രാജഗോപാൽ അയ്യരുടെ സംഗീതഭ്രമവും മഹാഗായകരായ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, ശെമ്മങ്കുടി ശ്രീനിവാസ് അയ്യർ, മധുരമണി അയ്യർ എന്നിവരുമായുള്ള സഹവാസവും ചെറുപ്രായത്തിൽ തന്നെ സുബ്രഹ്മണ്യന്റെ സംഗീതാഭിരുചി പരിപോഷിപ്പിച്ചു. മന്ദരധര ഗോവിന്ദ മുകുന്ദന 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 സന്ദർശന സാലത സന്ദർശന സാലത സന്ദർശന സാലത സന്ദർശന സാലത ബന്ധത്തില്ല ബരലി ಗೋವಿಂದಲದಯ ಬೋದಿರಲಿ ನಮಗೆ ಬಂದದೆಲ್ಲ ಬರಲಿ. പൂച്ചി ശ്രീനിവാസ അയ്യങ്കരുടെ ശിഷ്യനായ ശിവരാമ അയ്യർ, തിരുനെൽവേലി MD രാജഗോപാൽ അയ്യർ, ഗവായി സീതാരാമ ഭാഗവതർ എന്നിവരിൽ നിന്നുമുള്ള അഭ്യസനത്തിനു ശേഷം 1948 മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ നടന്ന സംഗീത മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അതും പല്ലവി പാടിക്കൊണ്ട്. വിധികർത്താവായിരുന്ന മുസിരി സുബ്രഹ്മണ്യയ്യർ മറ്റേതെങ്കിലും രാഗത്തിൽ പല്ലവി പാടാമോ എന്ന് ചോദിച്ചയുടൻ അങ്ങ് ഒരു രാഗം പറഞ്ഞാൽ അതിൽ തന്നെ പാടാം എന്നായി മറുപടി. എന്നാൽ മുഖാരിയിൽ പാടൂ, പക്ഷേ സങ്കീർണ നടയിലാവണം മുസിരി ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ആ യുവാവ് സങ്കീർണ നടയിൽ പല്ലവി പാടി ശ്രോതാക്കളെ സ്തബ്ധരാക്കി. രഘുകുല തിലകുടൈ വലസിന രാമചന്ദ്രോഡേ മാപലി ദേവുഡു ശ്രീരഘുകുല തിലകുടൈ
వెలసిన రామచంద్రుడే మాపలి దేవుడు శ్రీరఘుకుల తిలకుడై 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 వెలసిన రామచంద్రుడే మాపలి దేవుడు శ్రీరఘుకుల തിലകുടൈ വെലജിന രാമചന്ദ്രുടേ. സുബ്രഹ്മണ്യത്തെ മുസിരി തന്റെ ശിഷ്യനായി സസന്തോഷം സ്വീകരിക്കുകയായിരുന്നു അന്ന്. മദിരാശിയിലെ സെൻട്രൽ കോളേജ് ഓഫ് കർണാട്ടിക് മ്യൂസിക്കിൽ സംഗീത വിദ്വാൻ കോഴ്സ് പൂർത്തിയാക്കുന്നതിനൊപ്പം ഗണിതശാസ്ത്രത്തിലും TRS ബിരുദം കരസ്ഥമാക്കി. 1964 വരെ വിവിധ പ്രശസ്ത കമ്പനികളിൽ ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും സംഗീതത്തോടുള്ള ഭ്രമം മൂലം മുഴുവൻ സമയം സംഗീതജ്ഞനാകാൻ അദ്ദേഹം തീരുമാനമെടുത്തു. എന്നാൽ TRSനെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു: ഡൽഹി സർവകലാശാലയിലെ അധ്യാപകനായി നിയമനം. ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരു മാത്രമല്ല, മറിച്ച് നല്ലൊരു സുഹൃത്തായി മാറുകയായിരുന്നു TRS. ദില്ലിയിലെ ഗന്ധർവ സംഗീത വിദ്യാലയത്തിലെയും അധ്യാപകനായിരുന്നു അദ്ദേഹം. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹം കൃതികൾ പാടിയാൽ മാത്രം പോരാ, മറിച്ച് അവയുടെ ശരിയായ അർത്ഥവും ഗായകർ അറിഞ്ഞിരിക്കണമെന്നും നിഷ്കർഷിച്ചിരുന്നു. നീ മോഹമല്ല തലിശനോ ഗദര മോഹനാംഗ നീ മോഹമല്ല തലിശനോ ഗദര മോഹനാംഗ നീ മോഹമല്ല തലിശനോ ഗദര മോഹനാംഗ നീ തെളിജനോ ഗദര മോഹനാംഗ നീ മോഹവല്ല 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 തെളിജനോ ഗദര കേവലം ഒരു അധ്യാപകനും ഗായകനും മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ ശിഷ്യരെപ്പോലെ മറ്റു ഗായകർക്കും അവസരം നൽകുന്നതിലും യുവസംഗീതജ്ഞരുടെ കച്ചേരികൾ കേട്ട് വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുന്നതിലും TRS എന്നും മുന്നിലായിരുന്നു. ദില്ലി സർവകലാശാലയിലുള്ളപ്പോൾ ശിവരാത്രി അഖണ്ഡ സംഗീതാർച്ചനയിൽ എല്ലാ വർഷവും മുടങ്ങാതെ പങ്കെടുക്കുമെങ്കിലും അടുത്ത ദിവസം രാവിലെ തന്നെ സംഗീത വിഭാഗത്തിലെത്തി സംഗീത പാഠങ്ങൾ പകർന്നു നൽകുവാൻ വിദ്യാർത്ഥികളെക്കാൾ മുൻപേ എത്തുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. രുദ്രകോപജാത വീരഭദ്രമാശ്രയ രുദ്ര
रुद्रकोपजात वीरभद्रमाश्रय हे रुद्रकोपजात वीरभद्रमाश्रय हृदय रुद्रकोपजात वीरभद्रमाश्रय हृदय रुद्रकोपजात वीरभद्रमाश्रय हृदय रुद्रकोपजात वीरभद्रमाश्रय हे रुद्रकोपजात वीरभद्रमाश्रय കടുത്ത GN ബാലസുബ്രഹ്മണ്യ ആരാധകനായിരുന്നുവെങ്കിലും രാഗം താനം പല്ലവികൾ പല അപൂർവ രാഗങ്ങളിലും താളങ്ങളിലും അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. ഒരിക്കൽ താൻ പഠിച്ച കലാലയത്തിൽ തന്നെ ഹരികാംബോജിയിൽ തിസ്രജാതി രൂപകതാളത്തിൽ ഒരു പഞ്ചനട പല്ലവി പാടിയപ്പോൾ വയലിൻ വായിച്ച ലാൽഗുഡി ജയരാമൻ കച്ചേരിക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞു: എനിക്ക് കുറെ സമയമെടുത്തു ആ പല്ലവിയൊന്ന് മനസ്സിലാക്കിയെടുത്ത് വായിക്കാൻ. എന്നാൽ TRS എന്നെ ബുദ്ധിമുട്ടിക്കാതെ കൃത്യമായി താളം തെറ്റിക്കാത്തതിനാൽ കാര്യങ്ങൾ ഭംഗിയായി. അതായിരുന്നു പല്ലവി മന്നർ എന്ന സംഗീതജ്ഞർക്കിടയിൽ അറിയപ്പെട്ടിരുന്ന TRS. കൃതികളുടെ ഗാംഭീര്യം ഒട്ടും ചോരാത്ത രീതിയിൽ സ്വരാക്ഷര പ്രയോഗങ്ങളുടെ പ്രാധാന്യം പൂർണ്ണമായും പ്രദർശിപ്പിക്കുന്ന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സംഗീതശാസ്ത്രത്തെയും സമ്പ്രദായത്തെയും പുതുമയെയും ഒരുപോലെ ഗ്രഹിച്ച സംഗീതജ്ഞനുമായിരുന്നു അദ്ദേഹം. കച്ചേരിക്ക് ക്ഷണിച്ചാൽ പോയി പാടുക എന്നതിൽ കവിഞ്ഞ് ഒരു നിബന്ധനയും അദ്ദേഹത്തിനില്ലായിരുന്നു. ಬಂದದೆಲ್ಲ ಬರಲಿ ಬಂದದೆಲ್ಲ ಬರಲಿ ಗೋವಿಂದನ ದಯವೊಂದಿರಲಿ ನಮಗೆ 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 ಬಂದದೆಲ್ಲ ಬರಲಿ ಗೋವಿಂದನ ದಯವೊಂದಿರಲಿ. ലാൽഗുഡി ജയരാമൻ, VV സുബ്രഹ്മണ്യം, T രുക്മിണി, M ചന്ദ്രശേഖരൻ, വസന്ത കണ്ണൻ, TK മൂർത്തി, കമലാകര റാവു, TV ഗോപാലകൃഷ്ണൻ, കാരേക്കുടി മണി തുടങ്ങിയ മഹാരഥന്മാരോടൊപ്പം അനവധി കച്ചേരികൾ നടത്തിയപ്പോഴും പ്രഗത്ഭരല്ലാത്തവരും പുതുമുഖങ്ങളുമായ ഒട്ടനവധി പക്കമേളക്കാരോടൊപ്പവും വൈമനസ്യം കൂടാതെ അദ്ദേഹം നിരന്തരം കച്ചേരികൾ നടത്തി. കച്ചേരി തുടങ്ങി ഒന്നോ രണ്ടോ കൃതികൾ പാടിക്കഴിയുമ്പോൾ തന്നെ കച്ചേരി തൻ്റേതാക്കി മാറ്റിയെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. ഒരിക്കലും പക്കമേളക്കാരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഗായകനായിരുന്നില്ല. മറിച്ച് കച്ചേരിക്ക് ശേഷം ഇന്നത്തെ കച്ചേരി നന്നായതിൻ്റെ കാരണം എൻ്റെ കൂടെയുള്ള ഈ പ്രഗത്ഭ പക്കവാദ്യക്കാരാണ് എന്ന് അവരെ അഭിനന്ദിക്കാനും TRS മടിച്ചിരുന്നില്ല.
പ്രത്യേകതയുള്ള സ്വരപ്രസ്ഥാരങ്ങൾ പ്രയോഗിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു TRS. പൂർവികല്യാണിയിലെ പരമപാവന എന്ന കൃതിയിൽ സ്വരപ്രസ്ഥാരം നടത്തുമ്പോൾ സാഹിത്യത്തിനനുസൃതമായി പ രീ മ എന്നിവ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഒരു ബഹുമുഖ പ്രതിഭ കൂടിയായിരുന്ന TRS സംഗീതത്തിലെ അഷ്ടാവധാനി എന്നും അറിയപ്പെട്ടിരുന്നു. തന്റേതായ ബാണി രൂപപ്പെടുത്തിയ ഗായകൻ, ഗുരു, എഴുത്തുകാരൻ, പ്രഭാഷകൻ, സംഗീത നിരൂപകൻ, വാഗ്ഗേയകാരൻ, ഭരണകർത്താവ്, ബഹുഭാഷാ പണ്ഡിതൻ, കൂടാതെ ഏവർക്കും ഒരുത്തമ സുഹൃത്തും വഴികാട്ടിയുമായിരുന്നു അദ്ദേഹം. ഇപ്രകാരം ഒരേ സമയം 8 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നയാൾ. ആകാശവാണി പരിപാടികളിൽ പോലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാഗം താനം പല്ലവികൾ സ്തുത്യർഹമായ രീതിയിൽ അവതരിപ്പിച്ചിരുന്ന അദ്ദേഹത്തെ പ്രശസ്ത സംഗീത നിരൂപകനായ സുബ്ബുഡു വിശേഷിപ്പിച്ചത് TRS എന്നാൽ TR സുബ്രഹ്മണ്യം അല്ല, മറിച്ച് താളം രാഗം സ്വരം എന്നാണ് എന്ന്. നം തത്തയഗനം തദയഗനം തദയഗനം ത നം തതഗനം തയഗനം തത്തതഗന ഗുതദഗനം തദഗനം തദനം ത അയഗനം തത്തഗന ഗുതദഗന ഗുതഗനം തഗ ഓനം തദഗന ഗുതദഗനം തത്തയ നം തത്തയനം ദനം തദനം തദഗനം തദഗനം ദനം തദഗന ഗുതദഗന ഗുതഗന ഗുതഗനം ത നം തത്തഗന ഗുതഗന ഗുതഗനം തതഗ നം തത്തനം തദഗനം ത നം തത്തനം ത ആദം ത ആദം ത ആനം തഗനം തത്ത നം തദഗന ഗുതദഗന ഗുതഗനം തദഗഗഗഗനം തത്ത നം തഗനം തഗനം തത്ത നം തദാനം തഗനം തഗനം തനം തദഗനം ത ഓനം തദഗന ഗുതദഗനം ത ഓനം തഗനം ത ഓഗനം തദഗഗനം തഗനം തനം ത. കല്യാണി, കാമ്പോജി, തോടി, ഭൈരവി, ആരഭി പോലെ തന്നെ കനകാംഗി, ചിത്രാംബരി, രേവതി, ധേനുക, ഹേമവതി, മോഹനകല്യാണി തുടങ്ങിയ രാഗങ്ങളും അദ്ദേഹം പാടിയിരുന്നവയിൽ ചിലതാണ്. നല്ല ക്ഷമാശീലമുള്ള ഗുരുനാഥനായിരുന്നു TRS. തന്റെ ശിഷ്യരെ കച്ചേരികൾ നടത്തുന്നതിൽ മാത്രമല്ല, കർണാടക സംഗീത കച്ചേരികളും ഹിന്ദുസ്ഥാനി കച്ചേരികളും കേൾക്കുവാനും കൂടെ കൂട്ടിയിരുന്നു. ഓരോ രാഗം പാടുമ്പോഴും ആ രാഗത്തിലെ കൃതിക്ക് അനുസൃതമായി രാഗഭാവത്തോടെ പാടാനും അനുയോജ്യമായ സംഗതികളും നിരവലുകളും ഉപയോഗിക്കുവാനും തന്റെ ശിഷ്യർക്ക് അദ്ദേഹം ശിക്ഷണം നൽകിയിരുന്നു.
അനവധി ശിഷ്യസമ്പത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന് ശിഷ്യരുടെ കഴിവുകൾ മനസ്സിലാക്കി അവർക്കുതകുന്ന ശൈലിയിൽ പഠിപ്പിക്കുന്ന രീതി പിന്തുടർന്നത് മൂലം എന്നും ശിഷ്യരുടെ ഒരു വലിയ വലയം അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. രാധാ വെങ്കിടാചലം, വസുന്ധര രാജഗോപാൽ, നിഷ രാജഗോപാൽ, ആനന്ദവർമ്മ, ഡോക്ടർ ഇ എൻ സജിത്, മുത്തുകുമാർ, മോഹൻ സന്താനം, ബി അരുന്ധതി, കൃതി ഭട്ട്, അശോക് മാധവൻ, പ്രശാന്ത് സുന്ദരം, പത്മ ശേഷാദ്രി സഹോദരിമാർ, ഷൺമുഖപ്രിയ, ഹരിപ്രിയ, പന്തളം എസ് നവീൻ തുടങ്ങി ഭാരതത്തിനകത്തും പുറത്തും വളരെ വലിയ ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. റിട്ടയർഡ് പ്രൊഫസറും സംഗീതജ്ഞയുമായ ഡോക്ടർ രാധാ വെങ്കിടാചലം. Namaskaram. I am a retired professor from the Faculty of Music and Fine Arts, Delhi University. In addition, I have been a performing musician for nearly 6 decades, representing the TRS Bani world over. I have been privileged to have Mahamahopadhyaya Sri T.R. Subramaniam, affectionately known as TRS, as my mentor. Our association began when I was 13, and I have had the unique distinction of being guided by him for nearly 50 years, eventually joining him as a colleague when I became a professor in the same department. He was not only a mentor in music but also a guide in navigating both the field and life itself, thanks to his exemplary qualities as an exceptional human being. Our association began when I was just 13, as he was a friend of my father. When we first met, I sang a film song for him, and that moment proved life-changing. He encouraged my father to take me under his guidance. After that point, there was no looking back. The compositions I learned from him remain vivid in my memory even after 50 years, allowing me to teach them to my students with both thoroughness and authenticity, thanks to his rigorous training and masterful mentorship. We had the opportunity to travel across the globe to perform concerts and lecture demonstrations in several prestigious festivals. One of the greatest gifts I received from him was the art of Pallavi singing. He not only helped us build confidence in rendering them, but also encouraged us to approach it as an adventurous pursuit. Sri TRS had the generosity to feature in his concerts the Pallavis composed by his students, and he ensured they were given proper credit, a rare and admirable quality not just among musicians of that time but also of today. He is one of those rare musicians who earned immense respect not only from his contemporaries but also from musicians of the older generation. I had the opportunity to interact with all the biggest names due to his association, which I fondly cherish.
His style of music, especially Manodharmam singing, has been hugely inspirational for his contemporaries to today's younger generation. This influence is widely seen in concerts of today in several aspects like Swara singing, Poruthams and more. As a composer, T.R.S. stood in a class of his own. The renowned Amir Kalyani Varnam, now performed by nearly every musician and also dancers, was composed in just 45 minutes during a train journey. It beautifully captures the grammar of the Deshiya Raga and stands as an unparalleled composition in Carnatic music. He had an extraordinary command over multiple languages, an admirable quality I have also embraced, which greatly helped me explore the nuances of Sahityam regardless of the language. We founded the Music Education Trust, which launched many musicians' career, and till date we continue to run our annual music festivals with thematic concerts, lecture demonstrations and workshops. All the leading musicians have regard for him and pay their tributes during our annual festival. As I reflect on these memories today, my heart overflows with gratitude, and to express my reverence for him, I humbly worship the very ground he walked upon. മാധ്യമപ്രവർത്തകനും സംഗീതജ്ഞനുമായ കെ ആനന്ദവർമ്മ. ടി.ആർ. സുബ്രഹ്മണ്യം എന്ന ടി.ആർ.എസ്. സാറിനോടൊപ്പം 2 വർഷം എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ MA പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ സാധിച്ചു. യൂണിവേഴ്സിറ്റിയിലുള്ള പഠനത്തിനോടൊപ്പം തന്നെ സാറിൻ്റെ വീട്ടിലും, സാറ് ഗന്ധർവ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത്, അവിടെയും അല്ലാതെ സാറിൻ്റെ യാത്രകളിൽ മറ്റ് സ്റ്റുഡൻസിൻ്റെ കൂടെയൊക്കെ വീടുകളിലൊക്കെ സന്ദർശിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴുമൊക്കെ എന്നെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു സാറ്. അങ്ങനെ ഒരുപാട് അപൂർവമായ കൃതികളും സാറ് തന്നെ ചിട്ടപ്പെടുത്തിയതും, അതുപോലെ പുരന്ദരദാസരുടെ കൃതികൾ സാറ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് പലതും. അതുപോലെ വർണ്ണങ്ങൾ, ഇതൊക്കെ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, അപൂർവമായ പല കൃതികളും. സാറിൻ്റെ വൈഭവം എന്ന് പറയുന്നത് വളരെ വേറിട്ട ഒന്നാണ്. 24 മണിക്കൂറും സംഗീതം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ചിന്തയിലും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദിവസവും ഒരു 10-20 പല്ലവികൾ സാറ് സൃഷ്ടിക്കും, വളരെ റെയർ രാഗങ്ങളിലും താളങ്ങളിലും. അത് ശരിക്ക് സാറിന് ഒരു വിനോദമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹൈലി ഇൻ്റലക്ച്വലാണ് സാറിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത്. സ്വര പാറ്റേൺസൊക്കെ എല്ലാവർക്കും അറിയാമത്. സാറ് പാടുന്ന കൃതികളുടെ ഇടങ്ങളും അതിലുള്ള കണക്കുകളും അത് കൊണ്ട് ചേർക്കുന്ന രീതികളൊക്കെ വളരെ അപൂർവമാണ്. അത് ഇൻസ്റ്റൻറ്റേനിയസ് ആണ്, സാറിന് ഇങ്ങനെ മനസ്സിൽ നിന്ന് വരും. അത് ഏത് കൃതികളായാലും ഏത് രാഗങ്ങളായാലും അതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ അപൂർവമായ സിദ്ധികളുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. അതുപോലെ സംഗീത കച്ചേരികൾ നടത്തുന്നതിൽ വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു റെയർ കൺസേർട്ട് എനിക്ക് അവിടെ ഡൽഹിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഉമ്മയാൾപുരം സാറായിരുന്നു അന്ന് മൃദംഗം വായിച്ചത്. അത് ശുരുട്ടി രാഗം മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടുള്ളൊരു കച്ചേരിയായിരുന്നു. ശുരുട്ടി വർണ്ണത്തിൽ തുടങ്ങി ചെറിയ ചെറിയ കൃതികൾ, ഒരു മേജർ കൃതി, അത് കഴിഞ്ഞ് രാഗം താനം പല്ലവി ശുരുട്ടിയിൽ, പിന്നെ ജാവളി, തില്ലാന, ഇങ്ങനെ ലൈറ്റർ കോമ്പോസിഷൻസ് എല്ലാം ശുരുട്ടിയിൽ തന്നെ 2.5 മണിക്കൂറോളം അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത് ആ രാഗത്തിൻ്റെ പല രീതിയിലുള്ള പല ഫേസറ്റ്സ് അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി.
ഇത്രയും പാണ്ഡിത്യം ഞാൻ മറ്റ് ഒരു സംഗീതജ്ഞരിലും കണ്ടിട്ടില്ല. അതുപോലെ വളരെ എൻകറേജിങ് ആണ്. ഇപ്പം ഞാൻ സാറിൻ്റെ പല കച്ചേരികൾക്കും വായിച്ചിട്ടുണ്ട്, ഫോർമലായിട്ടുള്ളതും ഇൻഫോർമലായിട്ടുള്ളതും. നമ്മുടെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ടേ സാറ് പാടുകയുള്ളൂ, പക്കം അറിഞ്ഞേ പാടുകയുള്ളൂ സാറ്. ആ ഒരു രീതിയിലാണ് സാറ് കച്ചേരി കൊണ്ടുപോകുന്നത്. അതുപോലെ എൻകറേജിങ് ആണ്. കൊച്ചു കുട്ടികളായാലും വലിയവരായാലും ഏത് ടൈപ്പ് മ്യൂസീഷ്യൻസ് ആയാലും അദ്ദേഹം എല്ലാ കച്ചേരികളും അറ്റൻഡ് ചെയ്യും. സാറിൻ്റെ സമീപ പ്രദേശത്തുള്ള എവിടെ പോയാലും കച്ചേരികൾ അറ്റൻഡ് ചെയ്യുകയും അവരെ എല്ലാം വളരെ എൻകറേജ് ചെയ്യുകയും ചെയ്യും. പിന്നെ എൻ്റെ ഒരു ഡൽഹിയിലുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ശിവരാത്രി ആഘോഷമാണ്. 2 ശിവരാത്രികൾ സാറിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ കച്ചേരികൾ നടത്തും. അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അത് 12 മണിക്കൂറാണ്. അതിനുശേഷം ഫ്രഷായിട്ട് തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് വീണ്ടും ക്ലാസ് എടുക്കുകയും ചെയ്യും. കുറേ നല്ല അനുഭവങ്ങൾ സാറിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ എനിക്ക് ദൂരദർശനിലേക്കുള്ള ജോലിയിൽ വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിട്ടുപോകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം തന്ന അറിവ് വളരെ വലുതാണ്. ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങിയതുപോലായിരുന്നു എനിക്ക് സാറിൻ്റെ സാമീപ്യം. സംഗീത സമുദ്രം തന്നെയായിരുന്നു സാറ്. അങ്ങനെ പുതിയ ഒരു സംഗീത അനുഭവം, അതിലേക്കുള്ള വാതായനം തുറന്നു തന്നു എന്നുള്ളതാണ് സാറിൻ്റെ കൂടെ കഴിച്ച ദിവസങ്ങൾ എനിക്ക് നേടിത്തന്നത്. എല്ലാ സംഗീത ശാഖകളിലും കേൾക്കണം എന്നുള്ള അഭിപ്രായമായിരുന്നു സാറിന്. ഡൽഹിയിലുള്ളപ്പോൾ അംജദ് അലി ഖാൻ, പർവീൻ സുൽത്താന, ഡാഗർ ബ്രദേഴ്സ്, പണ്ഡിറ്റ് ജസ്രാജ്, പണ്ഡിറ്റ് രാംനാരായൺ സാരംഗി, ഹരിപ്രസാദ് സൗരസ്യ, അന്നുള്ള എല്ലാ പ്രഗത്ഭരുടെയും ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കിലുള്ളവരുടെ എല്ലാ കച്ചേരികൾക്കും സാറ് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. വലിയ മ്യൂസീഷ്യൻസ് വരുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റുഡൻസിനുള്ള സ്റ്റേജ് പാസ് സാറ് സംഘടിപ്പിച്ചു തരും. അങ്ങനെ അവരുടെയൊക്കെ സമീപത്തിരുന്ന് കച്ചേരി കേൾക്കാനുള്ള ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാറിനെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. റിട്ടയർഡ് പ്രൊഫസറും സംഗീതജ്ഞയുമായ ഡോക്ടർ ബി അരുന്ധതി. പാലയാശു പത്മനാഭ നിരി ഗരി നിരി പനിരി നി പനി ഗ പനി പ ഗ പ ലയാശു. ഇതാണ് TRS. TRS എന്ന മഹാപ്രതിഭയെക്കുറിച്ച് സ്കൂൾ കോളേജ് തലം മുതൽക്ക് തന്നെ റേഡിയോയിലെ LP റെക്കോർഡ്സിൽ കൂടി ഞാൻ കേട്ടിരുന്നു. ഞാൻ ഇപ്പോൾ പാടിയതാണ് TRSനെ കുറിച്ച് ആദ്യമായി കേട്ട കൃതി. പാലയാശ എന്ന് തുടങ്ങുന്ന ഹംസധ്വനി രാഗത്തിലും രൂപകതാളത്തിലുമുള്ള മൈസൂർ വാസുദേവാചാര്യരുടെ കൃതി. ഇങ്ങനെ സ്വരം പാടുന്നത് കേട്ട് ഞാൻ അത്ഭുത സ്തബ്ധയായിപ്പോയി. അതിനുശേഷം തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത സഭ, തുളസീവന സംഗീതോത്സവം നടക്കുന്ന തീർത്ഥപാദ മണ്ഡപം തുടങ്ങി എവിടെ അദ്ദേഹത്തിന്റെ കച്ചേരി ഉണ്ടെങ്കിലും കേൾക്കാൻ പോവുക പതിവായിരുന്നു. ഈ മഹാൻ എന്റെ ഗുരുവായി തീരുമെന്ന് അന്നൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. സാറിന്റെ സ്റ്റൈൽ ഞാൻ പിന്തുടർന്നു വന്ന പാതയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ആദ്യം അതുമായി പൊരുത്തപ്പെടാനും മനസ്സിലാക്കുവാനും ഞാൻ നന്നേ പാടുപെട്ടു. സാറിന്റെ അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് എന്നെ അദ്ദേഹത്തിന്റെ രീതി കുറച്ചെങ്കിലും മനസ്സിലാക്കുവാനും ആ രീതിയിൽ കുറച്ചു പാടാനും സഹായിച്ചത്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ അനവധിയും അനന്യ സദൃശവുമാണ്. സ്വരാക്ഷരപ്രിയനാണ് അദ്ദേഹം. എവിടെയൊക്കെ കൃതികളിൽ സ്വരാക്ഷരം വരുന്നോ അതെല്ലാം ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാനായി ആവർത്തിച്ച് അത് എടുത്തു പാടിക്കാണിക്കും. നിരവൽ പോലും വ്യവഹാര അടിസ്ഥാനമായാണ് പാടുന്നത്. ഒരു കീർത്തനത്തിന്റെ ഏതു ഭാഗത്താണോ സ്വരം പാടുന്നത് ആ സാഹിത്യത്തിന്റെ സ്വരങ്ങൾക്കനുസൃതമായി
അതിന് പൊരുത്തപ്പെടത്തക്കവണ്ണം മനോധർമ്മ സ്വരങ്ങൾ ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവന്ന് വളരെ ഹൃദ്യമായും ഉചിതമായും സാഹിത്യം പാടിയെടുക്കുന്ന രീതി വേറെ ആരിലും കാണാൻ സാധിക്കുകയില്ല. പല ഭാഷകളിൽ പ്രാവീണ്യമുള്ള അദ്ദേഹം സാഹിത്യാർത്ഥത്തിനനുസരിച്ച് മനോധർമ്മം പാടി സാഹിത്യവുമായി കൂട്ടിയിണക്കുന്ന രീതി നമ്മുടെ മനസ്സിൽ നിന്നും മായുകയില്ല. തുളസീദള മുലച എന്ന കൃതികളിൽ സദാനി പാദ തുളസീദള ഇങ്ങനെയാ പാടുന്നത്. ഇങ്ങനെ ഞാൻ ആരും പാടി കേട്ടിട്ടേയില്ല. അത് എന്ത് രസമായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. വയലിൻ, മൃദംഗം, വോക്കൽ മുതലായ എല്ലാ കലാകാരന്മാരും അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ എത്താറുണ്ട്. അദ്ദേഹത്തിന്റെ പല്ലവികൾ വളരെ വ്യവഹാരം നിറഞ്ഞവയാണെങ്കിലും രസകരവും ഹൃദ്യവുമാണ്. കൂടെ വായിക്കുന്ന കലാകാരന്മാരെ അദ്ദേഹം കലവറയില്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും അനുമോദിക്കുകയും ചെയ്തിരുന്നു. ചെറിയ കുട്ടിയുടേതു മുതൽ പ്രാവീണ്യം നേടിയ മുതിർന്ന കലാകാരുടെ വരെ കച്ചേരികൾ മുടങ്ങാതെ കേൾക്കാൻ പോകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം കറകളഞ്ഞ മനുഷ്യസ്നേഹിയും സംഗീത സ്നേഹിയുമായിരുന്നു. സംഗീതമല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. അദ്ദേഹത്തെ ഗുരുവായി കിട്ടിയത് എൻ്റെ മഹാഭാഗ്യം, ഈശ്വരാനുഗ്രഹം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം കൾച്ചറൽ സെന്റർ മുൻ ഡയറക്ടറും പ്രക്ഷേപകനും സംഗീതജ്ഞനുമായ ഡോക്ടർ EN സജിത്ത്. TR സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ആയിട്ട് പറയാനുള്ളത്, സാറൊരു സമ്പൂർണ്ണ ശാസ്ത്രീയ സംഗീതക്കാരനായിരുന്നു. ശാസ്ത്രീയത സാറിൻ്റെ പാട്ടിൽ നിറഞ്ഞു നിൽക്കും. ശാസ്ത്രം വിട്ട് ഒരു പാട്ടും സാറ് പാടിയതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെയുള്ളത് പുതുമയാണ്. എന്ത് പാടിയാലും നിരവധി പ്രാവശ്യം പാടിയ കൃതി പോലും അടുത്ത പ്രാവശ്യം പാടുമ്പോൾ എന്തെങ്കിലും ഒരു പുതുതായൊരു കാര്യം നമുക്കതിൽ നിന്ന് കേൾക്കാൻ കഴിയും. ഇനി സാധാരണ നമ്മൾ പാടുന്ന കൃതികളും സാറ് പാടുമ്പോൾ ഇപ്പോൾ തുളസീദളമുലചേ സന്തോഷമുഖ പൂജ്യം തു നമ്മളൊക്കെ എപ്പോഴും പാടുന്നതാണ്. സാറ് പാടുന്ന ആദ്യം കേട്ടപ്പോൾ സാറ് പാടിയത് തുളസീദളമുലചേ സന്തോഷമുഖ. സന്തോഷമുഖയുടെ ഗ എന്ന സ്വരത്തിൽ തന്നെയാണെന്നുള്ളത് സ്ട്രെസ് ചെയ്യുക. ഒരു സ്വരാക്ഷരം അതിനകത്തുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുന്ന രീതിയിലാണ് സാർ ആ കൃതി പാടിയത്. അങ്ങനെ ഏത് കൃതി പാടിയാലും അർത്ഥം നന്നായി മനസ്സിലാക്കി അതിലുള്ള സ്വരാക്ഷര സാധ്യതകൾ എന്തൊക്കെ സംഗീതത്തിൻ്റെ എന്തൊക്കെ ആലങ്കാരികതകൾ ഒരു കൃതിയിൽ ഉൾപ്പെടുത്താമോ അതെല്ലാം ഉൾപ്പെടുത്തിയാണ് സാർ അവതരിപ്പിക്കുക. അതൊരു കാര്യം. രണ്ടാമത്, സാറ് ഏത് പക്കമാണെങ്കിലും സാറ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കൃതികളും സാറ് സ്റ്റേജിൽ അവതരിപ്പിക്കും. ഇത് നമുക്ക് പക്കത്തിന് അത്രയ്ക്കൊരു അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാനുള്ള കഴിവില്ലെങ്കിൽ പോലും അതൊന്നും നമ്മളറിയില്ല. അവരെയൊക്കെ ഒപ്പം കൊണ്ടു നടന്ന് സാർ ആ കച്ചേരി വലിയൊരു സക്സസ് ആക്കി മാറ്റും. പിന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, സാറ് സംഗീതക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഏത് ചെറിയ കുട്ടി പാടിയാലും മുൻപിലിരുന്ന് കച്ചേരി മുഴുവൻ കേൾക്കും, അവരെ പ്രോത്സാഹിപ്പിക്കും. ഇന്നുള്ള മുതിർന്ന പല സംഗീതജ്ഞരും ഇന്നത്തെ ജനറേഷൻ അവർ ചെറുപ്പകാലത്ത് സാറ് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികളിൽ നിറയെ കച്ചേരികൾ പാടി അനുഭവസമ്പത്ത് നേടിയവരാണ്. നമുക്കൊക്കെ സാറൊരു എൻസൈക്ലോപീഡിയ ആയിരുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും അത് വളരെ ക്ലാരിറ്റിയോടെ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി അത് നമുക്ക് വിശദീകരിച്ച് തരും. എന്തുകൊണ്ട് ഇതങ്ങനെയായി, ഈ സംഗതി എന്തുകൊണ്ട് ഒരു രാഗത്തിൽ വരുന്നു, അല്ലെങ്കിൽ ഈ കൃതി എന്തുകൊണ്ട് ഇങ്ങനെ പാടുന്നു, ഇതെല്ലാം സാറ് കൃത്യമായി പറഞ്ഞു തരും. അത്രയ്ക്ക് അറിവുള്ള സംഗീതജ്ഞരെയാണ് അവരാണ് നമ്മുടെ കർണാടക സംഗീതത്തെ ലോകത്തിലെ ഏറ്റവും നല്ല സംഗീതമാക്കി മാറ്റിയിരിക്കുന്നത്. സംഗീതകൃതികളുടെ വളരെ വലിയ ഖനിയായിരുന്ന ആ ഗായകൻ വ്യത്യസ്ത രീതിയിലുള്ള കച്ചേരികളും നടത്തിയിരുന്നു. സാധാരണ കച്ചേരികളല്ലാതെ ഒരേ രാഗത്തിൽ പല താളത്തിലുള്ളവ, മേളകർത്താ രാഗ കച്ചേരി, തില്ലാനകൾ മാത്രമുള്ള കച്ചേരി തുടങ്ങി നിരവധിയായവ ആ ഖനിയിൽ നിന്ന് വെളിവായി. മറ്റു ഗായകർ കച്ചേരിക്ക് രാഗം താനം പല്ലവി തയ്യാറാക്കി പാടുമ്പോൾ TRS പലപ്പോഴും കച്ചേരികളിൽ ശ്രോതാക്കളോട് അവരുടെ താൽപ്പര്യപ്രകാരം രാഗം പാടി അതിൽ പല്ലവി പാടുകയായിരുന്നു പതിവ്. സംഗീതരംഗത്തുണ്ടായ ചില തെറ്റിദ്ധാരണകളെ തുടർന്ന് മദുരാശിയിലെ പല സഭകൾ അദ്ദേഹത്തിന്റെ കച്ചേരികൾ നിരോധിച്ചപ്പോഴും യുവഗായകരുടെ കച്ചേരികൾ കേൾക്കാൻ പോകുന്ന പതിവ് അദ്ദേഹം മുടക്കിയിരുന്നില്ല. മനസ ചടേ ബോധി മാറുക, മനസ ചടേ ബോധി മാറുക, മനസാ
സാചടേ ബുദ്ധിമാനുട മനസാചടേ 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 പല തലമുറയിലെ വാഗ്ഗേയകാരന്മാരായ ഡി പട്ടമ്മാൾ, അംബുജം കൃഷ്ണ, സ്പെൻസർ വേണുഗോപാൽ, അശോക് മാധവ്, ലീല ഓംചേരി, തുളസീവനം തുടങ്ങി പലരുടെയും രചനകൾ അദ്ദേഹം പാടിയിരുന്നു. ബഹുമതികളെ തേടി നടക്കാതിരുന്ന ആ പ്രതിഭയ്ക്ക് മഹാമഹോപാധ്യായ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, സംഗീത കലാചാര്യ എന്നീ ബഹുമതികൾ ലഭിക്കുകയുണ്ടായി. మదనమున మాధుర్యమునుచి మదిలో వచనలనల్చి మదనమున మాధుర్యమునుచి మదిలో వచనలనల్చి వదనమున మాధుర్యమునుచి మదిలో వచనలనల్చి వదనమున మాధుర్యమునుచి సుదతిపై నెలరునుచి సుదతిపై నెలరునుచి సుదతిపై నెలరునుచి సుదతిపై నెలరునుచి సుదతిపై సుదతిపై సదయుని తీరునటిల్చే సుదతిపై నరుచి సదయుని తీరునటిల్చే సుదతిపై నరుచి సదయుని తీరునటిల్చే మోకబల్ తలిశనుగదర మోకనాగరి మోకబల్ తలిశనుగద తలిశనుగద తలిశనుగదర സംഗീതമേ ജീവിതം എന്ന രീതി അവലംബിച്ചിരുന്ന TRS സദാ വായന, പുതിയ കൃതികൾ ചിട്ടപ്പെടുത്തുക, അല്ലെങ്കിൽ അപൂർവ രാഗത്തിലോ താളത്തിലോ പല്ലവികൾ രചിക്കുക എന്നിവയിൽ വ്യാപൃതനായിരുന്നു. സാമ, ദേവഗാന്ധാരി, വരമു, മിശ്ര ശിവരഞ്ജിനി, ദ്വിജാവന്തി, വിജയശ്രീ, ഹമീർ കല്യാണി എന്നീ രാഗങ്ങളിൽ വർണ്ണങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എന്നാൽ തൻ്റെ രചനകളായ വർണ്ണങ്ങളും തില്ലാനകളും തൻ്റെ പ്രിയ സുഹൃത്തായ ലാൽഗുഡി ജയരാമന്റെ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് സദാ TRS അഭിപ്രായപ്പെട്ടിരുന്നു. സ്വാമി സന്തതം തീർത്ഥരുൾ സുബ്രഹ്മണ്യ സ്വാമി സന്തതം തീർത്ഥരുൾ സുബ്രഹ്മണ്യ സ്വാമി വന്ദിത്ത വടിവഴക വേലായോധ കൈയ വന്ദിത്ത വടിവഴക വേലായോധ
வடிவழக வேதகூத கைய வந்தித்த வடிவழக வேதகூத கைய வந்தி போது காதேவனை வள வள வந்தி போது காதேவனை வள வள நிரி சமக பமதம மோக பமதப சனிரித மக பரி நிரி சமக பமதம மோக பமதப சனிரித மக பரி சரி சமோக சரி சம சரி சம பரி மதப பம மோக சரி சம சரி சம பரி மதப பம சரி சமக சரி சம சரி சதப பரி மதப பம மக மக பமதப நித மபம் சனிரி சரித நிம பபச மக மக பமதப நித மபம் சனிரி சரித நிம பபச சானி சமக பாவரி பாவ பசனிரி தத சோனி சமக பாம சல்திவார் முருகை கசேவ ലനൗബിന ആകാശവാണിയുടെ ഓഡിഷൻ ബോർഡിൽ നിരവധി തവണ അംഗമായിരുന്ന ആ ഗായകൻ 2013 ഒക്ടോബർ 4 തീയതി ആസ്വാദകർക്ക് എന്നും ഓർമ്മിക്കാവുന്ന സംഗീത സ്മൃതികൾ നൽകി ഇഹലോകവാസം വെടിഞ്ഞു. ఎందరో మహానుభావులు సమాപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് MP. ശബ്ദസാന്നിധ്യം കുരീപ്പുഴ സജീവ്, സന്ദീപ് സുരേഷ്, അനന്തു മൈലച്ചാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി R. നിർവഹണം AL മഞ്ജുള രാജേഷ്, മനേഷ് MP.